എന്റെ പേർ അങ്കിൾ പാപ്പൻ. മൈ നെയിം ഈസ് അങ്കിൾ പാപ്പൻ. എനിക്കിപ്പോൾ വയസ്സ് 92. എനിക്ക് കാഴ്ച തീരെയില്ല. ഒരാളുടെ സഹായം കൂടാതെ നടക്കുവാനും കഴിയില്ല. എങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ജീവിക്കുന്നു. ഇത്രയും നീണ്ട ജീവിതം എന്നെ പലതും പഠിപ്പിച്ചു. ഞാൻ പഠിച്ച പാഠങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഞാൻ വളരെ വളരെ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് നിങ്ങളോട് വലിയ വലിയ സ്നേഹമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അബ്രഹാമും ഇസഹാക്കുമാണ്. 75-ാം വയസ്സിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. മറുത്തൊന്നും പറയാതെ ദൈവത്തെ അനുസരിച്ച് അബ്രഹാം യാത്രയായി. അബ്രഹാം ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് ദൈവം അബ്രഹാമിനെ ഒത്തിരി 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 അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് സാറ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു വലിയ ദുഃഖമുണ്ടായിരുന്നു. അബ്രഹാമിനും ഭാര്യ സാറായിക്കും മക്കൾ ആരും ഇല്ലായിരുന്നു. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ 99 വയസ്സ് എന്നേക്കാൾ വയസ്സ് എന്നപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് 1 വർഷം കഴിഞ്ഞ് ഒരു മകനെ നൽകും. സാറായിക്ക് അപ്പോൾ വയസ്സ് 89. ദൈവം വാക്ക് പറഞ്ഞാൽ വാക്കാണല്ലോ. പറഞ്ഞതുപോലെ അബ്രഹാമിന് നല്ല ചുറുചുറുക്കുള്ള ഒരു മകൻ ഉണ്ടായി. അവന്റെ പേരാണ് ഇസഹാക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്താൽ സകലവും സാധ്യമാണ്. ദൈവം ഒരിക്കൽ അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടു, നീ നിന്റെ സ്വന്തം മകനെ, ചുറുചുറുക്കുള്ള ഇസഹാക്കിനെ യാഗം കഴിക്കണം. ദൈവം നമ്മെ പരീക്ഷിക്കുമോ? നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമോ എന്നറിയുവാൻ ഓരോ ദിവസവും ദൈവം പരീക്ഷിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രഹാമും ഇസഹാക്കും യാഗം കഴിക്കുവാനായി മോറിയാദേശത്തുള്ള മലയിൽ യാത്ര പുറപ്പെട്ടു. വളരെ ദൂരം യാത്ര ചെയ്ത് അബ്രഹാമും ഇസഹാക്കും മലയിൽ എത്തിച്ചേർന്നു. അബ്രഹാം യാഗപീഠം പണിതു. ഇസഹാക്ക് അറിഞ്ഞിരുന്നില്ല തന്നെയാണ് യാഗം കഴിക്കുവാൻ പോകുന്നതെന്ന്. അബ്രഹാം ആ സത്യം ഇസഹാക്കിനോട് പറഞ്ഞു, നീയാണ് ഇന്നത്തെ യാഗമൃഗം. നിങ്ങളാണ് ഇസഹാക്കിന്റെ സ്ഥാനത്തെങ്കിൽ എന്തു ചെയ്തേനെ? ഇസഹാക്ക് തന്നെ യാഗത്തിനായി സമർപ്പിച്ചു യാഗപീഠത്തിൽ കയറി കിടന്നു. അബ്രഹാമിന്റെ മനസ്സ് വളരെയധികം ഭാരപ്പെട്ടിരിക്കാം.
ഇസഹാക്ക് ഭയന്നിരിക്കാം, എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ഇസഹാക്കിനെ യാഗമാക്കുന്നതിനായി വാൾ കയ്യിൽ എടുത്തു. വെട്ടുവാൻ കൈ പൊക്കുവാൻ തുടങ്ങിയപ്പോൾ ഉടനെ ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന്, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഹാവൂ, ആശ്വാസമായല്ലേ? ഇസഹാക്കിന് പകരമായി യാഗമർപ്പിക്കുവാൻ ഒരു ആടിനെ ദൈവം അവിടെ ഒരുക്കി. അബ്രഹാം തന്റെ ഏക മകനെ ദൈവത്തിന് കൊടുക്കുവാൻ മടിക്കാഞ്ഞതുകൊണ്ട് ദൈവം അബ്രഹാമിനെ അനേകം അനേകം അനേകമായി അനുഗ്രഹിച്ചു. ആ സ്ഥലത്തിന് അബ്രഹാം യഹോവ ഈരേ എന്ന പേരും വിളിച്ചു. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവം നമ്മോട് എന്താവശ്യപ്പെട്ടാലും മനസ്സോടെ ചെയ്യുക. ദൈവത്തെ അനുസരിച്ചാൽ ദൈവം അനേകം ഇരട്ടിയായി നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തെ അനുസരിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? എനിക്കിനിയും അനേകം നല്ല കഥകളും പാഠങ്ങളും നിങ്ങളോട് പറയുവാനുണ്ട്. നമുക്കുടനെ തന്നെ കാണാം. ബൈ ബൈ.